ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പനിയിലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു സ്വിച്ച് പത്മയും ഒരു സ്വിച്ച് ഇന്ദ്രജയും ഓൺ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതോടുകൂടി സൂര്യ അത് കേട്ടുകൊണ്ട് വരികയാണ്. അപ്പോൾ സൂര്യ പറയണേ, ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പത്മ മാഡം തന്നെ ആയിക്കോട്ടെ, പക്ഷേ മറ്റേ സ്വിച്ച് ഓൺ ചെയ്യുന്നത് അത് എൻ്റെ ചേച്ചിയല്ല, എൻ്റെ ഭാര്യ നന്ദിനിയാണ്. അത് കേട്ടതോടുകൂടി ഇന്ദ്രജയ്ക്കൊക്കെ ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണേ, എനിക്കെന്താ ഒരു യോഗ്യത കുറവ്, എനിക്കെന്താ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ, നിങ്ങളൊക്കെ എന്തിനാണ് കമ്പനി കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? ഇവിടെ ഞാൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക, അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരു ഭീഷണി സ്വരത്തിലാണ് സൂര്യ സംസാരിക്കുന്നത്. അതോടുകൂടി ഇന്ദ്രജയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ ഇന്ദ്രജ റൂമിൽ പോയി വിജയനോട് സംസാരിക്കുകയാണ്. അവളുടെ മുന്നിൽ, ആ വേലക്കാരിയുടെ മുന്നിൽ ഞാൻ ആരുമല്ല ായിപ്പോയി, അവളാണത്ര പോലും സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ എന്ത് സ്ഥാനമാണുള്ളത്? എൻ്റെ വീട്ടിലെ എല്ലാ അധികാരങ്ങളും അവൾക്ക് കിട്ടുന്നു. എനിക്കിപ്പോൾ ഇവിടെ ഒരു അവകാശവും അധികാരവും ഇല്ലാത്തതുപോലെ ഇതെനിക്കങ്ങനെ സഹിക്കാൻ കഴിയില്ല. ഇത് ഞാൻ ക്ഷമിക്കില്ല. ഇതിന് എന്തെങ്കിലും ഒരു തിരിച്ചടി ഞാൻ കൊടുത്തിരിക്കും എന്ന് പറയുമ്പോൾ വിജയൻ പറയണേ, എന്താണാവോ ഇന്ദ്രജ തീരുമാനിച്ചിട്ടുള്ളത്? ഞാൻ തീരുമാനിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഞാൻ ഈ പ്ലാൻ തീരുമാനിക്കുമ്പോൾ അത് അമ്മ അറിയരുത്, അമ്മ അറിയാതെ വേണം ഇത് തീരുമാനിക്കാൻ. നീ കാര്യം പറ. അപ്പോൾ ഇന്ദ്രജ കാര്യങ്ങളൊക്കെ വിജയനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുമെന്നല്ലേ പറഞ്ഞത്, അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യുന്നത് നന്ദിനിയല്ലേ? നന്ദിനി ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഷോക്ക് ഏൽക്കണം. ആ ഷോക്ക് മൂലം അവൾ ഒരുപക്ഷെ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ തെറിച്ചു വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും. അതൊന്നും എന്നെ ബാധിക്കില്ല. ഇതങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് അവൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഷോക്ക് ഏൽക്കണം, അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് അതിനുള്ള വഴി നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞ് വിജയനെ ഇന്ദ്രജ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രജ പറഞ്ഞതുപോലെ തന്നെ വിജയൻ ചെയ്യാമെന്ന് തീരുമാനിക്കണം. പിന്നീട് സൂര്യയും നന്ദിനിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനി കർട്ടൻ്റെ അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. അപ്പോൾ സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ഇതെന്താ നന്ദിനി ഇനി അവിടെ നിൽക്കുന്നത്? സൂര്യ സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എനിക്ക്. നന്ദിനി, എന്താണെങ്കിലും ചോദിച്ചോ. അല്ല, ഇപ്പോൾ പുതിയ മെഷീൻ വന്നിട്ടുണ്ട്, അത് ഓണാക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ സൂര്യ സാർ. അതെന്തിനാ? നിനക്ക് അതിനെക്കുറിച്ച് അറിയുകയൊന്നും വേണ്ട. നീ മെഷീനിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ജോലിയൊന്നും ചെയ്യേണ്ട. നീ ആകെ ചെയ്യേണ്ടത് പുതിയ മെഷീനാണ്, അതുകൊണ്ട് നീ അതൊന്ന് ഓൺ ആക്കണം, അതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലായി സാർ, പക്ഷേ എന്തിനാണ് ഞാൻ അത് സ്വിച്ച് ഓൺ ചെയ്യണം എന്ന് പറയുന്നത്? എന്താ നിനക്കെന്താ സ്വിച്ച് ഓൺ ചെയ്താൽ? അല്ല, ഈ വീട്ടിൽ ഇത്രയും പേരില്ലേ, ഇതെല്ലാം നിങ്ങളുടെ സ്വത്തുക്കളാണ്. അപ്പോൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതല്ലേ അതിൻ്റെ മര്യാദ. ഞാനും ഈ കമ്പനിയും ഒക്കെ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അപ്പോൾ സൂര്യ പറയണ, നീ എന്താ നന്ദിനി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എപ്പോഴും അന്യ ആളുടെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അല്ല സാർ, ഞാൻ അന്യ ആളെ പോലെ സംസാരിച്ചതല്ല. സാറിൻ്റെ കൂടെപ്പറപ്പാണ് ഇന്ദ്രജ മേഡം. ഇന്ദ്രജ മേഡം സാറിൻ്റെ ചേച്ചിയാണ്, ഈ വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ്. ഓ, മൂത്ത പെൺകുട്ടി, അതാണോ നീ ഇത്രയും നേരമായി കണ്ടുപിടിച്ചത്? അതല്ല സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ പറ, ഞാൻ കേൾക്കാം. ഇന്ദ്രജ മേഡം രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യണമെന്ന് സാറിൻ്റെ അമ്മ പറഞ്ഞതല്ലേ, പത്മ മേഡം പറഞ്ഞതല്ലേ? അതാണ് ശരി. കാരണം ഇന്ദ്രജ മേഡത്തിന് ഈ വീട്ടിലൊരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സൂര്യ പറയണ, അതുപോലെ ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും ഇതൊക്കെ ചെയ്യുന്നത്. അതല്ല സാർ, എത്രയായാലും ഇന്ദ്രജ മേഡം ഈ വീട്ടിലെ അംഗമല്ലേ, അപ്പോൾ ആ ഒരു സ്ഥാനമാണ് പത്മ മേഡം കൊടുക്കുന്നത്. അത് ശരി തന്നെയാണ്. അപ്പോൾ സൂര്യ പറയണ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, നീ പറഞ്ഞ ഈ അധികാരമില്ല, ഈ അംഗീകാരമില്ല, അത് നിനക്ക് തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നന്ദിനി പറയണ, സാറ് പറയുന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ അമ്മ പറയുന്നതിൻ്റെ മുന്നേ സാറാണ് ഇക്കാര്യം പറയുന്നതെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പത്മ മേഡം, ഇന്ദ്രജ മേഡമാണ് രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ശേഷം സാർ പറയുമ്പോൾ എത്രയാണെങ്കിലും പത്മ മേഡം പറഞ്ഞ വാക്ക് കേട്ട് ഇന്ദ്രജ മേഡം എത്രയായാലും സന്തോഷിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ അവരുടെ മനസ്സ് എന്തുമാത്രം അധികം വിഷമിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ്, ഞാൻ ഈ വീട്ടിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വരെ എല്ലാവരും പറയുന്നത്. അപ്പോൾ പിന്നെ ഇതുകൂടി ആയാൽ എന്തായിരിക്കും? അപ്പോൾ സൂര്യ പറയണേ, എന്താ നന്ദിനി, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ഇവിടെ എല്ലാവരും നല്ലതാണോ പറയുന്നതും കരുതുന്നതും? നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട, അവരെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. അവരെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തോട്ട്, നീ അത് വിട്ടേക്ക് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണ, അതല്ല സൂര്യ സാർ, നാളെ ഞാനാണ് രണ്ടാമത്തെ സ്വിച്ച് ഓൺ ചെയ്തതെങ്കിൽ അത് ഇന്ദ്രജ മേഡത്തിൽ മനസ്സിൽ എന്നേക്കുമായി ഒരു മുറിവായി നിൽക്കും. അതൊരിക്കലും അവരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോവില്ല. അപ്പോൾ സൂര്യ പറയണ, അവരുടെ മനസ്സിൽ നിന്ന് വേണമെങ്കിൽ മാഞ്ഞു പോയാൽ മതി, അതെന്ത്
എന്തിനാ നീ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിച്ച് വെറുതെ തല പുണ്ണാക്കണ്ട. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അതല്ല സാർ ഒന്ന് വിട്ടുകൊടുത്താൽ, നാളെ ഞാൻ കമ്പനിയിലേക്ക് വരാതിരുന്നാൽ നാളെ ഇന്ദ്രജ മേഡം തന്നെ ആ സ്വിച്ച് ഓൺ ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ അത് സന്തോഷവുമാണ് ഉണ്ടാവുക. അത് മതി സാർ. നന്ദിനി, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ഏത് സമയത്ത് എന്ത് വിട്ടുകൊടുക്കണം എന്നുള്ളതും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എനിക്കറിയാം. നീ അതിൽ വെറുതെ തലയിടാൻ നിൽക്കണ്ട. ഇത് നിന്നെയും എന്നെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ തീരുമാനിച്ച കാര്യമാണ്. നീ കൂടുതൽ സംസാരിക്കാതെ നീ പോയി സുഖമായിട്ട് ഉറങ്ങാൻ നോക്ക്. നാളെ ഫ്രഷായി എണീക്കണം. നാളെ നേരത്തെ തന്നെ കമ്പനിയിലേക്ക് പോവേണ്ടതാണ്. എന്നാൽ നീ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് സൂര്യ നന്ദിനിയോട് ഉറങ്ങാൻ പറയുകയാണ്. എന്നിട്ട് സൂര്യയും ഉറങ്ങാൻ കിടക്കുകയാണ്. ഈ സമയം പത്മയുടെ അടുത്തേക്ക് ഇന്ദ്രജ ചെല്ലണം. അപ്പോൾ പത്മയാണെങ്കിലോ സൂര്യ പറഞ്ഞ വാക്കുകൾ കേട്ട് നല്ല ദേഷ്യത്തിലിരിക്കുകയാണ്. എന്നിട്ട് പറയണേ, അവന് ഇത്രയ്ക്ക് അഹങ്കാരമോ? എൻ്റെ കമ്പനിയിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അധികാരം പോലും ഇപ്പോൾ അവൻ തീരുമാനിക്കുന്നു. എൻ്റെ കമ്പനിയിൽ 2 പുതുതായി ഒരു മെഷീൻ കൊണ്ടുവരുമ്പോൾ അതിലൊരെണ്ണം ഞാൻ ഓൺ ചെയ്ത് മറ്റേത് എൻ്റെ മകൾ ഓൺ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോലും ഇപ്പോൾ എനിക്കില്ലാതായോ? ഒരു മെഷീൻ സ്വിച്ച് ഞാൻ ഓണാക്കുമ്പോൾ മറ്റേ സ്വിച്ച് വേലക്കാരിയായ അവൾ ഓൺ ചെയ്യുക. അപ്പോൾ എന്നോട് തുല്യമായി നിർത്താൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനും ആ വേലക്കാരിയും തുല്യമാണെന്നുള്ളത് എല്ലാവർക്കും മുന്നിൽ ആക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ദ്രജ പറയാണ്, അത് തന്നെയല്ലേ അമ്മേ അവനിപ്പോൾ എല്ലാ സമയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അമ്മ ആദ്യമായി കേൾക്കുന്നത് പോലെയാണല്ലോ അമ്മ പറയുന്നത്. അപ്പോൾ പത്മ ദേഷ്യത്തിൽ, അവൻ എൻ്റെ കമ്പനിയിലെ എൻ്റെ സ്റ്റാഫുകൾക്ക് മുന്നിൽ എന്നെ അപമാനിച്ചതുപോലെയാണ് അവൻ സംസാരിച്ചത്. ഇല്ല, ഒരിക്കലും ഇത് അനുവദിക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുമ്പോൾ പത്മ അങ്ങനെയുള്ള വാക്ക് പറയുന്ന സമയത്ത് ഇന്ദ്രജ മനസ്സിൽ ചിന്തിക്കുകയാണ്, അതിനുള്ള വഴിയൊക്കെ അമ്മേ ഞാൻ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവൾ ഒരിക്കലും ആ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ അമ്മ എന്തായാലും വിഷമിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ദ്രജ പോകുന്നത്. അപ്പോൾ പത്മയ്ക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ദേഷ്യം പിടിച്ച്, നാളെ എന്നോടൊപ്പം അവൾ ഒരിക്കലും സ്വിച്ച് ഓൺ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ അതിന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് പത്മ ഉറങ്ങാൻ കിടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നന്ദിനിയും കൂട്ടി സൂര്യ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ നന്ദിനിയുടെ സാരിയിലെ ഞൊറിവൊക്കെ സൂര്യ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇന്ദ്രജയും പത്മയും വേദയും ഇന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രജ പറയണേ, കണ്ടില്ലേ അമ്മേ, നന്ദിനി തനി സ്വഭാവം പുറത്തെടുക്കൽ തുടങ്ങി. അവളിപ്പോൾ സൂര്യയെ അവളുടെ കൈപ്പിടിയിലാക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് സൂര്യയോട് അവൾ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ആ ഒരു ഭാവത്തിൽ എത്തിച്ചിരിക്കുന്നു അവളുടെ യഥാർത്ഥ സ്വഭാവം അവൾ പുറത്ത് ചാടിക്കൽ തുടങ്ങി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. അവൾ പറഞ്ഞാൽ സൂര്യ അതെല്ലാം അനുസരിക്കുകയും ചെയ്യും. അവളുടെ വെറും കളിപ്പാട്ടമായിട്ടാണ് ഇപ്പോൾ സൂര്യയെ അവൾ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ പറയണേ. അപ്പോൾ യതീന്ദ്രൻ പറയണേ, എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരമൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത്? എപ്പോൾ നോക്കിയാലും സ്വത്ത്, വീട്, പണം ഇത് തന്നെയാണോ നിങ്ങളുടെ മനസ്സിലുള്ള? എന്തായാലും അവരിപ്പോൾ ഇറങ്ങി വരും. അവർ കേട്ട് വെറുതെ രാവിലെ തന്നെ വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഓഫീസിലേക്ക് പോകുന്നതല്ലേ, ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയണേ. അപ്പോഴത്തേക്കും സൂര്യ നന്ദിനിയും കൂട്ടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നന്ദിനിയുടെ ഷോൾഡറിലൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സൂര്യ വരുന്നത്. അത് കാണുമ്പോൾ അവർക്കെല്ലാവർക്കും ദേഷ്യം പിടിക്കുകയാണ്. യതീന്ദ്രന് നല്ല സന്തോഷമാവാണ്. എന്നിട്ട് യതീന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ സൂര്യ, എന്നാൽ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ, അച്ഛാ നമുക്ക് ഓഫീസിലേക്ക് പോവാം, ഇന്നെന്തായാലും സ്പെഷ്യൽ ദിവസമല്ലേ, അപ്പോൾ നന്ദിനിയെ നല്ലതുപോലെ ഒന്ന് ഒരുക്കിയതാണ്, അതുകൊണ്ടാണ് അച്ഛ കുറച്ച് നേരം വൈകിയത് എന്ന് പറയണേ. എന്നാൽ നമുക്ക് പോവാം, എന്നാൽ നമുക്ക് ഇറങ്ങാം എന്ന് പറയണേ. അങ്ങനെ സൂര്യയും നന്ദിനിയും കാറിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പത്മയോട് വാ എന്നാൽ നമുക്ക് പോവാം എന്ന് പറയട്ടെ. അപ്പോൾ ഇന്ദ്രജയോടും വേദയോടും പറയണേ, വാ എന്നാൽ നമുക്ക് ഇറങ്ങാം, ഇപ്പോൾ മഹാറാണി എഴുന്നള്ളി വന്നിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് പത്മയും ഇറങ്ങുന്നത്. അങ്ങനെ എല്ലാവരും കൂടി കമ്പനിയിലേക്ക് പോവണം. അപ്പോൾ പത്മയോട് ഇന്ദ്രജ പോകുന്നതിൻ്റെ മുന്നേ പറയുന്നുണ്ട്, നന്ദിനിയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഇന്നലെ തന്നെ എല്ലാവർക്കും മുന്നിൽ വെച്ച് പറയേണ്ടതല്ലേ, ഞാൻ എന്തായാലും സ്വിച്ച് ഓൺ ചെയ്യൽ ചടങ്ങിലേക്ക് ഞാൻ വരുന്നില്ല, അതിനുള്ള അധികാരവും ആകാശവും ഇന്ദ്രജ മേഡത്തിനാണ്, അപ്പോൾ ഞാനല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെയല്ലേ അവൾ പറയേണ്ടത്. എന്നിട്ട് അവൾ ആ സമയത്ത് സൂര്യ പറയുന്ന ആ സമയത്ത് അവൾ ഒന്നും മിണ്ടാതെ തലയും താത്തി നിൽക്കുന്നു. അവളുടെ സ്വഭാവം കണ്ടില്ലേ അമ്മേ, അവൾ ഇങ്ങനെയാണെങ്കിൽ ഈ വീട് മുഴുവൻ സ്വന്തമാക്കി നമ്മളെയൊക്കെ പെരുവഴിയിലേക്ക് ഇറക്കി വിടുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെക്കുറിച്ച് ഇന്ദ്രജ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് യതീന്ദ്രൻ പറയുന്നത്, ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, അവൻ കേട്ട് വരണ്ട, അവൻ കേട്ട് വന്നാൽ ഇനി അതിൻ്റെ പേരിലാവും
അടുത്ത പ്രശ്നം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒതുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഓഫീസിലെത്തിയ ശേഷം പത്മ അവിടെ ചെന്ന് എല്ലാ സ്റ്റാഫുകൾക്കും മുന്നിൽ വെച്ച് പത്മ കുറച്ച് സംസാരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ മുന്നേ അവരെല്ലാവരും ഓഫീസിലെത്തിയ ഉടനെ തന്നെ ഒരു ചടങ്ങുകൾ നടത്തുകയാണ്. വിളക്ക് കൊളുത്തിയ ശേഷമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂര്യയും നന്ദിനിയുമാണ് വിളക്ക് കൊളുത്തുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പത്മയ്ക്കും വേദയ്ക്കും ഇന്ദ്രജയ്ക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ വിജയനോട് ഇന്ദ്രജ ചോദിക്കുകയാണ്, എന്തായി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നന്ദിനി സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ തന്നെ അവൾ ഷോക്കേറ്റ് തെറിച്ച് വീഴുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയണം, അല്ല അമ്മയ്ക്കൊരു ദോഷവും വരില്ലല്ലോ, അമ്മ എങ്ങാനും അത് ഓൺ ചെയ്യുമോ എന്ന് ഇല്ല, ഞാനൊപ്പം തന്നെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ആൻറ്റിക്ക് ഒരു കുഴപ്പവും വരില്ല, നന്ദിനിയാണ് ഇനി കുടുങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇനി നന്ദിനിക്ക് വെച്ച് കെണിയിൽ അതിൽ പത്മയാണ് വീഴാൻ പോകുന്നത്. പത്മയ്ക്കാണ് ഇനി ഷോക്കേൽക്കാൻ പോകുന്നതും പത്മയാണ് ഇനി ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വരുന്നതൊക്കെ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.